ഹലോ ഗായ്സ്, അപ്പോൾ ഞാൻ എന്താ ഷോപ്പിലാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ കാണിച്ചിരുന്നില്ലേ നമ്മുടെ ഡാൻസിനുള്ള ചുരിദാർ തയ്ച്ച് കഴിഞ്ഞിട്ടോ. ഇതൊരു 3 വയസ്സായ കുട്ടിയാണ്, 4 വയസ്സായ കുട്ടികളാണ് കേട്ടോ. ഇത് കണ്ട നല്ലൊരു പഫ് സ്ലീവൊക്കെ വെച്ചിട്ടുള്ള ചുരിദാറാണ്. പിന്നെ ബാക്കിൽ ഒരു ഷിപ്പൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് കേട്ടോ പാൻറ്റ് വരുന്നത്. ഉണ്ടോ, ലാസ്റ്റിക്കാണ്, പാട്ടിയാല പാൻറ്റാണ് കേട്ടോ. ഇത് എന്ത് ഡാൻസിനാണെന്നുള്ള അമ്പലത്തിൽ ഡാൻസിനിടാനാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതാണ് നമ്മുടെ പരിപാടി. നല്ല ഭംഗിയില്ലേ. ഇത് സാറ്റിൻ സിൽക്കാണ് കേട്ടോ, നല്ല അടിപൊളി, രണ്ടും നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അടുത്തത് ഒരു എലഗൻറ്റ് ടോപ്പ് തയ്ച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ എന്താ പറയുക, അസ്മിക്കുട്ടനെ ഞാൻ കൊണ്ടുവന്നിട്ടില്ല കേട്ടോ. അവിടെ നിന്ന് കുട്ടികളൊക്കെ ഉണ്ട്, അപ്പോൾ ഞാൻ കൊണ്ടുവന്നിട്ടില്ല. ആൾ വീട്ടിലാണ്. അതെന്താ വിട്, ഇന്നെ വിടുമ്പച്ചിനോട് നോക്കടാ. ആ തേങ്ങ അതും കല്ലെൻ്റെ തലമുറക്കന്നെ പോകും. അതിന് ഞാൻ വേഗം ചോറൊക്കെ കഴിച്ചു നോക്കി. പിന്നെ ബസ്സിൻ്റെ സമയമാകുമ്പോഴത്തേന് പോകണം. 2:40 കേട്ടോ ബസ്. അതിൻ്റെ ഇടയിൽ ഇതാ മക്കൾ ചോറ് ഓരോരുത്തരും ഇങ്ങനെ ഭക്ഷണം കഴിക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ അവർ ടി വിയും കാണുന്നുണ്ട് കേട്ടോ. പിന്നെ അൻസിമോളും ഉണ്ടെന്ന് ചോറ് ഞാൻ അതൊക്കെ കഴിഞ്ഞ് ഞാനിതാ ഷോപ്പിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ കുട്ടിക്കാണ് കേട്ടോ, ഈ വാവക്കാണ് ഞാൻ ആ ഡ്രസ്സ് തയ്ച്ചിന്ന്. നല്ല കറക്റ്റ് ഫിറ്റിംഗ് ആണ് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് നല്ല സുന്ദരിയാണ് മോള് ഡാൻസിനുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ അടിപൊളി ചുരിദാർ തയ്ച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അത് ചുരിദാറിൻ്റെ ഫിറ്റാണ് കേട്ടോ. ഇത് കണ്ട, ഇതിൻ്റെ നെക്ക് നല്ല ഭംഗിയായിട്ടില്ലേ. അപ്പോൾ ഞാൻ സാധാരണ വി കൊടുക്കാതെ ഇത് കണ്ട, ഈ ലൈസിൻ്റെ അതേപോലെ തന്നെ വി കൊടുത്തുട്ടാ, ആ ഷേപ്പിൽ തന്നെ കണ്ട, നല്ല ഭംഗിയില്ലേ. ഇത് പിന്നെ കസ്റ്റമർ പറഞ്ഞല്ല, അത് ഞാൻ തന്നെ അങ്ങനെ കൊടുക്കാമെന്ന് കരുതിയതാണ്. പിന്നെ ചിലതൊക്കെ കസ്റ്റമർ പറയാറുണ്ട് കേട്ടോ, പക്ഷേ ഇത് ഞാൻ ഡിസൈൻ ചെയ്തതാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാനൊരു മുന്തിരി ജ്യൂസ് കുടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഭയങ്കര ദാഹം, നല്ലൊരു ക്ഷീണമുണ്ട്. അപ്പോൾ ഞാൻ മുന്തിരി ജ്യൂസ് കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ തയ്ച്ചുകൊണ്ടിരിക്കണതാണ് കേട്ടോ. അത് ഉണ്ടോ, ഇത് നെക്ക് കോളർ നെക്കാണ്. കോളർ കൊടുക്കണോ അതോ നോർമൽ നെക്ക് കൊടുക്കണോ എന്നുള്ള സംശയത്തിലാണ് ഇപ്പോൾ ഞാനിത്. ബാക്കിയുള്ളത് കഴിഞ്ഞിട്ടോ, ഓപ്പൺ ഇല്ലാത്തതാണ്. നല്ല അത്യാവശ്യം വീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ അപ്പം എനിക്കൊന്ന് ഡോക്ടറെ അടുത്തൊന്ന് പോകേണ്ടതൊന്ന് മാറ്റി കെട്ടാനുണ്ട് കേട്ടോ. ഒന്ന് ഡ്രസ്സിങ് ഒന്ന് പോവാണ്ട്. പിന്നെ അത് മുറി ഉണക്കമുണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കും വേണം. അപ്പം എന്നിട്ട് വൈകിട്ട് പോകണം ഹോസ്പിറ്റലിലേക്ക്. അപ്പോൾ അമ്പലത്തിൽ നിന്നുള്ള പാട്ട് കേൾക്കാണ്ടോ. ഇപ്പോൾ സമയം 5:30 5:37 സുന്ദരേട്ട ഇതാക്കി ചായ കൊണ്ടുവന്ന് തന്നിക്കണ്. അപ്പോൾ ഞാൻ അർഷുനോട് വരാൻ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് വീട്ടിൽ പോകാനാണ്. പറ്റുകയാണെങ്കിൽ കുറ്റിപ്പുറം ഒന്ന് പോകണം. എനിക്കിപ്പോൾ എന്താ പറയുക, ലൈനിങ്ങോടൊക്കെ ഒന്ന് എടുക്കണം. പിന്നെ നമ്മൾ കയ്യാണെന്ന് പറഞ്ഞ് ഇരുന്നിട്ട് കാര്യമില്ല, നമുക്ക് നമ്മളുടെ വർക്ക് നടക്കണ്ടേ. വർക്ക് ഇതിൻ്റെ ഇടയിൽ കൂടെ വർക്കും നോക്കണം. അപ്പോൾ ഒരു 3 മാസമായിട്ട് ഫുള്ള് എന്താ പറയുക, കുറ്റിപ്പുറം ക്ലാസ്സൊക്കെ ഉള്ള കാരണം കണ്ടിന്യൂസ് ബസ്സിന് തന്നെയല്ലേ പോക്കൊക്കെ. അപ്പോൾ അർഷുൻ്റെ കൂടെ അങ്ങനെ വണ്ടിയുമ്പോൾ പോകാറില്ല കേട്ടോ. അപ്പോൾ വിചാരിച്ച് ഇന്ന് മഴ ഇവിടെ ചെറുതായിട്ട് ഇങ്ങനെ ചാറുന്നുണ്ട് പുറത്ത്. നന്നായിട്ടൊരു വലിയ മഴ ഇല്ല, പക്ഷേ എന്നാലും ചെറുതായിട്ടൊന്നും ഇങ്ങനെ ചാറുന്നുണ്ട്. അപ്പോൾ ഞാൻ വെച്ചാൽ അർഷുൻ്റെ കൂടെ ഒന്ന് വണ്ടിയുമ്പോൾ പോകാമെന്ന് വിചാരിക്കണം. അല്ലെങ്കിൽ നാളെ ബസ്സിന് പോകേണ്ടി വരും. നാളെ രാവിലെ പോകേണ്ടി വരും. പോയി ലൈനിങ് എടുക്കണം വിചാരിക്കണം. ആൾ വരട്ടെ കേട്ടോ, ഞാൻ ചായ കുടിക്കട്ടെ. കോട്ടൺ ഹൗസിലെത്തിയിട്ടുണ്ട്. ഇവിടെ ഒരുപാട് പുതിയ മെറ്റീരിയൽസുകൾ വന്നിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ നൈറ്റിൻ്റെ ക്ലോത്തുകളാണ്. 3 മീറ്ററിന് 180 രൂപ അങ്ങനെ എന്തോ ആണ് കേട്ടോ.
അപ്പോൾ എനിക്ക് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് ഞാൻ ദേ പുറത്തിറങ്ങി. പുറത്ത് ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ ചെറുതായിട്ടൊന്ന് മഴ ചാറിയപ്പോൾ മഴ ഇനി കൂടുമെന്ന് അറിയില്ല. പിന്നെ വലിയ മഴയൊന്നുമില്ല, ചെറുതായിട്ട് ചാറുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ആ ചെമ്പിക്കെന്നുള്ള നല്ല അടിപൊളി വ്യൂ ആയിട്ടത് കാണുന്നത്. നല്ല രസമല്ലേ, മേഘങ്ങളുടെ ആ ഡിസൈനും പിന്നെ അതിൻ്റെ ഇടയിലുള്ള സൂര്യൻ്റെ അസ്തമയൊക്കെ കൂടി ആകുമ്പോൾ നല്ല ഭംഗിയുണ്ട്. അതിനതാ ഞാൻ അവിടുന്ന് ഹോസ്പിറ്റലിലെത്തി. ഞാൻ ഇവിടെ പട്ടർക്കാവ് നീതിയിലാണ് കേട്ടോ ഞാൻ എൻ്റെ കൈ കാണിച്ചത്. അപ്പോൾ അവിടെ ചെന്നു ഡ്രസ്സിങ്ങൊക്കെ ഒന്ന് മാറ്റാനുണ്ട്, ഡോക്ടറെ ഒന്ന് കാണണം. അപ്പോൾ അതെൻ്റെ കൈ ഒന്നും കൂടി വീക്കുണ്ട്, വേദന ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ ഒന്നും കൂടി ഡ്രസ്സ് ചെയ്ത് തന്ന് 2 ദിവസം കൂടി ഒന്ന് കൈ ശ്രദ്ധിക്കാൻ പറഞ്ഞ്. അപ്പോൾ ഞങ്ങൾ മരുന്നൊക്കെ വാങ്ങി വീട്ടിൽ പോയി. അപ്പോൾ അത്രക്കുള്ള വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.